ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടെറസിലൊരു വേപ്പ് എനിക്ക് വെച്ച് പിടിപ്പിക്കണം. അപ്പം വേപ്പ് വെച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഇതുണ്ട്, എൻ്റെ ടെറസിൽ നിറച്ചും പായലായി. ഞാൻ ആദ്യം ഭയങ്കര വലിയ ഇതിലൊക്കെ പറഞ്ഞു ടെറസിൽ ഞാൻ ഇതൊക്കെ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നുള്ള മഴയും പിന്നെ അടിക്കാനും പറ്റിയില്ല. പായലെന്ന് പറഞ്ഞാൽ പോരാ, അതുപോലെ പായലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടെറസ് കൃഷി ചെയ്യുന്നവർ അത്യാവശ്യം നമ്മുടെ ടെറസിൽ വേണ്ട ഒരു സാധനമാണ് ഈ ഒരു അടിച്ചുവാരിയും ഒരു ചൂലും. അത് മാക്സിമം ഇങ്ങനത്തെ തന്നെ ഈ ഓലയുടെ ഈർക്കിൽ കൊണ്ടുള്ള ചൂല് തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ടെറസിൽ ഓരോ ഗ്രോ ബാഗും വെച്ചിരിക്കുന്ന നിലത്താണ്. ഒരു കല്ലോ ഒന്നും ഇടാതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുവാണ്. അപ്പം എന്ത് സാധനം വെച്ചാലും നമുക്കൊന്നും അടിച്ച് ഒതുക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ചൂലും ഈ ഒരു അടിച്ച് വാരുന്ന ഈ ഒരു വരി ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാം. ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പറ്റുന്നൊരു പ്രധാന കാര്യം പറയാം, ഒരു കറുത്ത പുഴു നമ്മുടെയൊക്കെ ഈ ടെറസിൻ്റെ മേളിൽ ഈ പായലയിൽ വന്നൊരു എനിക്കറിയില്ല, ഒരു ശലഭം പോലെയുള്ള എന്തോ വന്ന് ഇരിക്കും. ആ സാധനം ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ രാത്രി വരുമ്പോൾ കാണാം. രാത്രി സമയത്ത് കയറി വരുമ്പോൾ ഇതിനകത്ത് നല്ല തിളക്കം, കുഞ്ഞു പുഴുവാകുന്നതാണ്. അങ്ങനെ പുഴുവായി എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം വന്നപ്പോഴാണ് ഞാൻ ഈ ടെറസിലെ കൃഷി അവസാനിപ്പിച്ചത്. കാര്യം എന്ന് വെച്ചാൽ അതുപോലെ പുഴു വന്നെനിക്ക്. ഈ ടെറസ് മുഴുവൻ മെത്ത പോലെ പോയി, അത് ഓർക്കാൻ വയ്യ. പിന്നെ എന്തൊക്കെ ചെയ്താണ് അതൊന്നും കളഞ്ഞേന്നറിയാവോ. അപ്പം ഞാൻ എന്തായാലും ഇത്തവണ ആദ്യമേ തന്നെ വരുന്ന പായലുകൾ ഇപ്പം മിക്ക ദിവസവും തന്നെ ഞാൻ വന്ന് അടിച്ചത് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. എങ്കിലും നല്ല വഴുക്കലായി കിടക്കുകയാണ്. അപ്പം ഞാൻ വഴുക്കലിന് ഞാൻ പറഞ്ഞാൽ എനിക്ക് കുമ്മായം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചാക്കേ വഴി എടുത്ത് വെക്കുന്നൊരു വീടായിരുന്നു. ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചു, ഇങ്ങനെ ചാക്കിനകത്ത് നമ്മൾ കുമ്മായമല്ല കക്കയാണ് എടുക്കുന്നത്. അത് സാധാരണ എല്ലാവരും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാണ് കക്ക നീക്കിയെടുക്കുന്നത്. ഇവിടെ ഈ കക്ക ഇങ്ങനെ തന്നെ ഇതിനകത്ത് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തനിയെ പൊടിഞ്ഞ് നമ്മളിങ്ങനെ കുമ്മായമായിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ രാവിലെ അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് പറമ്പിലൊക്കെ തൂളി. അപ്പം ഞാൻ ഓർത്ത് ഈ പൂപ്പലിന് ഈ കുമ്മായം നല്ലതാണല്ലോ, എന്തായാലും ഒരു വീഴ്ച വേണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് തൂളിയേക്കാന്ന് വിചാരിച്ചു. അപ്പം ഈ കുമ്മായം ഇട്ടാലും പൂപ്പൽ പൊക്കോളും. അപ്പം അതങ്ങ് ചെയ്തേക്കാം ആദ്യം തന്നെ. ഇങ്ങനെ നമ്മൾ ഇട്ടാൽ മതി. ഇപ്പം ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നു. രാവിലെ ഈ കുമ്മായം തൂളലായത് കാരണം ജലദോഷം കൊണ്ട് എനിക്ക് പാടില്ല. എന്നെ വഴക്കും പറഞ്ഞ് ഒരു മാസ്ക് വെച്ച് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം ഈ ഇത് വരുമെന്ന് കാര്യമൊക്കെ പറയാം. പണിയുടെ ഇടയ്ക്ക് മാസ്ക് വെക്കുക, കയ്യറ ഇടുക, അതൊക്കെ എനിക്കിച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ അനുഭവം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലുകൂടി കൈവച്ച് വാരിയെടുത്ത് അവുത്തിന്നൊരു എല്ല് ഒരു ചെറിയ തരി കൈയുടെ തുമ്പിൽ ജസ്റ്റ് ഒന്ന് കൊണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് ശരീരം മുഴുവൻ നീരായിട്ട് കുറേ നാൾ വയ്യാണ്ട് കിടന്നെടുത്തുനിന്ന് എണീക്കാൻ ഒരാളുടെ സഹായം വേണ്ട രീതിക്ക് വരെ ആയ ഒരാളാണ്. എന്നിട്ടും ഇത് തന്നെ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പം ക്യാമറ എടുക്കുന്നവന് ഒന്നും മിണ്ടാൻ പറ്റാത്ത കാരണം അവനൊന്നും എന്നെ പറയാത്തതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇതൊന്ന് തൂളിയിട്ട് വരട്ടെ. പക്ഷെ ഇന്ന് മഴയില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കട്ടെ. കുമ്മായം തൂളലൊക്കെ ഞാൻ കുറച്ചവിടെ വെച്ച് നിർത്തി. ക്യാമറാമാന് പെട്ടെന്ന് താഴെ പോകേണ്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതെടുത്ത് തീർക്കണം. ഇന്ന് 3-ാം തീയതി ഞങ്ങളുടെ ഇവിടെ ഇതിന് പറയുന്നത് 3-ാം തീയതി ഇന്ന് തോറാന എന്ന് പറഞ്ഞൊരു പള്ളിയിലെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളായത് കാരണം പള്ളി സ്കൂളുകൾക്കൊക്കെ അവധിയായത് കാരണം എൻ്റെ ക്യാമറാമാൻ ഇന്ന് അവധിയാണ്. അത് കാരണം അങ്ങനെ ക്യാമറാമാനെ കിട്ടി. അതുകൊണ്ടാട്ടെ ക്യാമറാമാൻ ബിസി ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അധികം ഇടാൻ പറ്റാത്തത്. ഇതൊരു വേപ്പാണ്. താഴെ ഉണ്ട് എനിക്ക് വേപ്പ്. ആ വേപ്പിൽ നിന്ന് ഞാനൊരു വേപ്പ് തൈ പറിച്ചെടുത്തതാണ്. കാര്യം എന്താ വെച്ചാൽ ടെറസ് കൃഷിയിൽ ഇപ്പോൾ ടെറസിൽ സ്ഥലമില്ലാത്തവർ അവരവരുടെ വീട്ടിലോട്ട് അത്യാവശ്യം വേണ്ട സാധനം ആകുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം കറിവേപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറിവേപ്പ്, പുതിന, മല്ലിയില ഇതൊക്കെ നമ്മൾ അത്യാവശ്യം വളർത്തേണ്ട ഒരു സാധനമാണ്. അപ്പം ഞാനൊരു കറിവേപ്പ് എനിക്ക് താഴെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കായിട്ട് ഞാനൊരു
കറിവേപ്പ് എൻ്റെ ടെറസിൽ വെച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇത് കരിയില ഇട്ട് നിറച്ചൊരു ചട്ടിയാണ്. കരിയില മണ്ണ് മാത്രമേ ഉള്ളൂ, ചാണാപ്പൊടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മണ്ണിര കമ്പോസ്റ്റ് ഉള്ള മണ്ണാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പറമ്പിൽ താഴെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാല് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ കാല് കുത്താൻ പറയാൻ ബുദ്ധിമുട്ടാണ്. നിറച്ചും കുരുപ്പായിരിക്കും. മണ്ണിര അതുപോലെയുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇത് കൂടുതലും. ഇപ്പം അതിനകത്ത് ഇത് വേപ്പിന് കണ്ടത് കരിയില കണ്ട അടിയിൽ കരിയിലല്ല, പച്ചലയാണ് ഇട്ടേക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ നിറച്ചതാണ്. അതിനകത്തോട്ട് ഞാൻ വേപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ വേപ്പ് ശരിക്കും പറഞ്ഞാൽ വേര് മിക്ക ഒരു പരാതിയാണ് വേപ്പ് പിടിക്കില്ല എന്നുള്ളത്. വേപ്പ് പിടിക്കാവുകയൊന്നുമില്ല. വേപ്പിന് അത്യാവശ്യം നമ്മൾ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് പോയാൽ ഇത് ഇതുപോലെ തന്നെ വേര് പിടിച്ച് നിൽക്കുകയുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ വേപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേപ്പ് എന്ന് പറഞ്ഞ സാധനത്തിനെ പെട്ടെന്ന് നോക്കണം. ഇപ്പം ഞാൻ താഴത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചാണെങ്കിൽ പോലും ഇതിന് ഇവിടെ ഒരു ചെറിയ കീടം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എടുത്ത് മാറ്റി. പിന്നെ ഇപ്പം ഗ്രോബാഗ് ഈ ചട്ടിയിൽ വെച്ചേക്കണ കാരണം നനച്ചു കൊടുക്കണം. പിന്നെ വേപ്പ് വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആട്ടുകാഷ്ടം കിട്ടുന്നവരാണെങ്കിൽ ആട്ടുകാഷ്ടം ഇടുക. ഇല്ല വെച്ചാൽ ഇത് നന്നായിട്ട് കയറി വരാൻ നമ്മുടെ വാഴയില്ലേ, വാഴയുടെ പിണ്ടി കിട്ടുമെങ്കിൽ അരിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ വേപ്പ് നന്നായിട്ട് കിളുത്ത് വരും. കിളുത്ത് വരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ആർത്ത് കിളുത്തെന്ന് പറയില്ലേ, അതുപോലെ തന്നെ വരും. പിന്നെ വേപ്പിന് അത്യാവശ്യം വളവും എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേപ്പ് നന്നായിട്ട് തന്നെ കിളുത്ത് വരും. അപ്പം ഞാൻ എൻ്റെ ഒരു വേപ്പിനെ അങ്ങനെ ഒന്ന് ഇവിടെ വെച്ചു. പിന്നെ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളെ കാണിക്കാനിരുന്നൊരു കാര്യം, നമ്മൾ സാധാരണ ടെറസ് കൃഷിയൊക്കെ നിർത്തി ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒത്തിരി എടുത്ത് ഗ്രോ ബാഗുകൾ ഇരുന്ന് നശിച്ചു പോകുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇതെന്താണെന്ന് കാണിച്ചു തരാം പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഈ ടെറസ് കൃഷിയിലോട്ട് വന്നിട്ട് ഒരു രണ്ടര മാസത്തോളമായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2.5 മാസത്തിൽ ഞാനൊരു 10 ദിവസം എൻ്റെ 10-15 ദിവസം എൻ്റെ ടെറസ് കയറിയിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അന്ന് നിറച്ച് വെച്ചേക്കുന്ന ഗ്രോ ബാഗും അതിനകത്ത് കയറി വെച്ചേക്കുന്ന ചെടികളുമാണ്. അപ്പം അതിൻ്റെ മഴയായിരുന്നു പ്രധാന കാര്യം. പക്ഷെ എൻ്റെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു നമ്മുടെ പയറ് നന്നായിട്ട് പൂത്തോന്ന് ചോദിച്ചാൽ നന്നായിട്ട് തന്നെ ഒത്തിരി പൂവ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ രാവിലെ അടിച്ചു ആയി കഴിഞ്ഞിട്ടാണേലും ഉണ്ടാവുന്ന പൂക്കൾ കാ പിടിക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നിറച്ചും ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പിടിപ്പിക്കുന്നുണ്ട്, കാ പിടിക്കുന്നില്ല. ആരായാലും ഇട്ടിട്ട് പോകും. കാര്യം നമ്മൾ ചുമ്മാ നിറച്ച് വെച്ചിട്ട് കാര്യം. അത് കഴിഞ്ഞ് അതിന് വേണ്ട വളങ്ങൾ കൊടുക്കണം. പയറിന് നമ്മൾ ഇനി ചെയ്യേണ്ടത് അത്യാവശ്യം ഇതിനകത്തൊരു പയറുണ്ടായി. ഈ പയർ കണ്ടാൽ നമുക്ക് ചിരി വരും. ശോഷിച്ച് കിടക്കുക. ഇതിന് വേണ്ട വളം ഇല്ലാഞ്ഞിട്ടാണ് ആ പയർ അങ്ങനെ കിടക്കുന്നത്. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഈ പയർ വലുതാവും. ഒന്നും വേണ്ട, നമ്മൾ പശുവിനൊക്കെ കൊടുക്കുന്ന ഈ കടലപ്പിണ്ണല്ലേ, ആ പിണ്ണാക്ക് മേടിച്ച് ഇപ്പം എൻ്റെ ഈ ടെറസിലോട്ട് എനിക്ക് ഒഴിക്കാനാണെങ്കിൽ എൻ്റെ ഒരു കൈപ്പിടി പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിട്ട് 2 ദിവസം കുതിർത്ത് അത് പുളിപ്പിച്ച് കഴിഞ്ഞ് ശകലം കഞ്ഞോളം ഉണ്ടെങ്കിൽ കഞ്ഞോളമൊക്കെ കൂട്ടി അങ്ങ് നേർപ്പിച്ചങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് താഴെ പോയിട്ട് ഒരു കൈപ്പിടി പിണ്ണാക്കെടുത്ത് ഞാൻ നേർപ്പിച്ച് വെള്ളത്തിലിടാൻ പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒഴിക്കുകയുള്ളൂ. പിന്നെ ചെയ്യുന്നതൊന്നെന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ തൊലി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അത് ഞാൻ മിക്സിയിൽ അരച്ച് ഇതിന് ചോട്ടിൽ ഞാൻ ഇന്ന് തന്നെ കൊണ്ട് ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ഉണ്ടായി കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 3-4 എണ്ണം പയറായി നിൽപ്പുണ്ട്. ഉണ്ടായി കിടക്കുന്നതെങ്കിലും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം തന്നെ ആ പഴത്തിൻ്റെ തൊലിയും ശകലം ചാരവും മുട്ടത്തൊണ്ടും എല്ലാം കൂടി അടിച്ച് ഞാൻ ഇതിനകത്ത് കൊണ്ടിടും. പഴത്തിൻ്റെ തൊലിയും നന്നായിട്ട് പൊട്ടാസുണ്ട്. അതുകൊണ്ടാണ് പൂക്കുന്നതും കായ ഉണ്ടാവുന്നതും എല്ലാം. പഴത്തൊലി അടിച്ച് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പോരായ്മ ഉണ്ടെങ്കിലും അത് തിരുത്തി തരുകയും എല്ലാം വേണം. അറിയാവുന്നവർ എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തി തന്നെ. നന്ദി.